നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ജമ്മു കാശ്മീരിലേക്ക് 10 വർഷത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മറ്റു പാർട്ടികളുമായുള്ള സഖ്യസാധ്യതകളടക്കം ചർച്ചകൾക്കാണ് ഇരുവരും കാശ്മീരിലെത്തുക. അതേസമയം ദില്ലിയിലെ AICC ആസ്ഥാനത്ത് കാശ്മീരിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട സ്ക്രീനിംഗ് കമ്മിറ്റി തുടരുകയാണ്. പ്രചരണത്തിലല്ലാതെ ദേശീയ നേതൃത്വം സംസ്ഥാനത്തെത്തി തെരഞ്ഞെടുപ്പ് ചർച്ചകൾ നടത്തുന്നത് കോൺഗ്രസിൽ പതിവില്ലാത്തതാണ്. എന്നാൽ 10 വർഷത്തിന് ശേഷം നടക്കുന്ന ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിനെ വലിയ പ്രാധാന്യത്തോടെയാണ് കോൺഗ്രസ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രാദേശിക നേതൃത്വവുമായും സഖ്യസാധ്യതയുള്ള പാർട്ടികളുമായി നേരിട്ട് ചർച്ചകൾക്ക് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ജമ്മു കാശ്മീരിലെത്തുന്നത്. ശ്രീനഗറിൽ പാർട്ടി പ്രവർത്തകരെ രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്യും. ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് PDP പാർട്ടികളുമായുള്ള സഖ്യസാധ്യത കോൺഗ്രസ് തേടുന്നുണ്ട്. ഇരു പാർട്ടികളുടെയും നേതാക്കളുമായി കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്നതും രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നു. സഖ്യമായി മത്സരിക്കാനാണ് താല്പര്യമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ദില്ലിയിലെ AICC ആസ്ഥാനത്ത് കാശ്മീരിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട സ്ക്രീനിംഗ് കമ്മിറ്റിയും തുടരുകയാണ്. 90 മണ്ഡലങ്ങളുള്ള ജമ്മു കാശ്മീരിൽ എത്ര സീറ്റിലേക്ക് കോൺഗ്രസ് മത്സരിക്കുമെന്ന കാര്യത്തിലും തീരുമാനം എടുത്തിട്ടില്ല. എങ്കിലും സ്ഥാനാർത്ഥി മോഹികളായ 1000-ഓളം അപേക്ഷകളാണ് AICCയുടെ മുന്നിലുള്ളത്. ആന്റണി MP ഉൾപ്പെടുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി ജമ്മു കാശ്മീരിലെ നേതാക്കളുമായി കൂടിക്കാഴ്ച തുടരുകയാണ്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകളിൽ വിജയം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് BJP മുന്നോട്ട് പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയ ജമ്മു മേഖലയിൽ നിന്നും വൻ വിജയം നേടുന്നതോടൊപ്പം കശ്മീർ താഴ്വരയിലും നേട്ടം കൊയ്യാനാണ് BJPയുടെ ശ്രമം. മുതിർന്ന RSS പ്രചാരകനും മുൻ ജനറൽ സെക്രട്ടറിയുമായ രാം മാധവും കേന്ദ്രമന്ത്രി G കിഷൻ റെഡ്ഡിയുമാണ് BJPയുടെ ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രഭാരിമാർ. ജമ്മു മേഖലയിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച BJP കശ്മീർ താഴ്വരയിൽ ചില സീറ്റുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണച്ചേക്കും. സെപ്റ്റംബർ 18, 25, ഒക്ടോബർ 1 എന്നീ തീയതികളിലായി 3 ഘട്ടങ്ങളിലായാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. കൈരളി ന്യൂസ്, ദില്ലി.